ഹലോ ഡിയർ ഫ്രണ്ട്സ്, ആദ്യം തന്നെ എല്ലാവർക്കും പൊങ്കൽ ആശംസകളും മകരസംക്രാന്തി ആശംസകളും നേരുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു സ്വീറ്റ് പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് റോ റൈസ് എടുക്കുന്നുണ്ട്, പച്ചരി. ഈ പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 1/4 കപ്പോളം സ്പ്ലിറ്റ് മൂങ് ദാൽ അല്ലെങ്കിൽ നമ്മുടെ പായസപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ്സ് മാത്രം നമ്മളിങ്ങനെ ചൂടാക്കിയാൽ മതിയാകും. അധികം നേരം ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെയൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പരിപ്പ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചരി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു 4 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 5 കപ്പ് വെള്ളം തന്നെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേകട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു 500 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. 500 ഗ്രാം ശർക്കര എടുക്കുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു 400 ഗ്രാം ശർക്കര എടുത്താലും മതി. ഇപ്പോൾ ശർക്കര ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഈ ശർക്കര അലിയിപ്പിച്ചെടുക്കണം. ശർക്കര ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ശർക്കര പാനിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം കാഷ്നട്ട് എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കാഷ്നട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഇപ്പം നമ്മുടെ കാഷ്നട്ടും കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്ന് നമ്മുടെ പാനിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ഈ സെയിം പാനിലേക്ക് തന്നെ 1 കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്, ചിരവിയ തേങ്ങ. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എടുക്കുന്നത്. ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുക്കർ 4 വിസിൽ വന്നതിന് ശേഷം നന്നായി തണുത്തിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അരിയും അതുപോലെ തന്നെ മൂങ് ദാലും എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരപ്പാനി നമുക്ക് ഒന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനിയിപ്പോൾ ഈ ശർക്കരപ്പാനി ഇതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും അതുപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസും ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ്സ് ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇത് ഒത്തിരി കട്ടിയായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് തണുക്കുമ്പോഴത്തേക്ക് ഇത് എന്തായാലും കട്ടിയാകും. അപ്പം നമ്മൾ അധികം കട്ടിയായിട്ട് ഇത് ഓഫാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് ഓഫാക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.